അള്ളാഹുവിൻ്റെ റസൂലിനെയും സ്വഹാബത്തിനെയും ആക്രമിക്കാൻ വേണ്ടി മക്ക മുശ്രിക്കുകൾ ബദറിൻ്റെ രണാങ്കളത്തിലേക്ക് കടന്നു വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഒരു മുഷാവറ നടക്കുന്നുണ്ട്. അങ്ങനെ കൂടിയാലോചന നടക്കുന്നു. ഉമർ റളിയല്ലാഹുവിനോടും സിദ്ദീഖ് റളിയല്ലാഹു തങ്ങളോടും അലി റളിയല്ലാഹുവിനോടൊക്കെ അവിടുത്തെ അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ എന്ത് പ്രയാസമുണ്ടെങ്കിലും ഞങ്ങൾ നിങ്ങളോട് കൂടെയുണ്ടെന്ന് പറയുകയും ബഹുമാനപ്പെട്ട മിഖ്ദാദ് റളിയല്ലാഹുവിനോട് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഇംലൈ ഫനഹ്നു മാക യാ റസൂലല്ലാഹ്, അങ്ങ് മുന്നോട്ട് പോകുക നബിയെ, അങ്ങയോട് കൂടെ ഞങ്ങളുണ്ട്. ഇദ്ഹബ് അൻത ഫറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഉനാ ഖായിദൂൻ. മൂസാ നബിയോട് തൻ്റെ അനുയായികൾ പറഞ്ഞതുപോലെ നീയും നിൻ്റെ റബ്ബും പോയി യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊള്ളാമെന്ന് പറയുമ്പോൾ അങ്ങനെ ഞങ്ങൾ പറയുകയില്ല നബിയെ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്തോഷിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്തോഷിപ്പിക്കുന്ന നിമിഷങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ബദർ യുദ്ധം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അചഞ്ചലമായ വിശ്വാസത്തിലുള്ള വിജയമായിരുന്നു. അസത്യത്തിനെതിരെ സത്യത്തിൻ്റെയും അധർമ്മത്തിനെതിരെ ധർമ്മത്തിൻ്റെയും വിപ്ലവഗീതമുയക്കിയ ഒരു അധ്യായം തന്നെയായിരുന്നു, സായുധ പോരാട്ടം തന്നെയായിരുന്നു ബദർ എന്ന് പറയുന്നത്. ബദർ നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് അള്ളാഹുവിലുള്ള തവക്കുലാക്കിയിട്ട് അള്ളാഹുവിലുള്ള അചഞ്ചലമായ ഉറച്ച വിശ്വാസം തന്നെയായിരുന്നു. ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗല വ നിഅമൻ നസീർ.